എല്ലാവർക്കും ടോക്ക് ടൈം അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് നല്ലൊരു ലോഗോ ഡിസൈൻ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഐകാർഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായും കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന 10 ടെക്സ്റ്റ് എഫക്റ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് എഫക്റ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഫോണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഡാഗേഴ്സ് സ്ക്വയർ, നമ്മുടെ ടോക്ക് ടൈമിൻ്റെ ഒഫീഷ്യൽ ഫോണ്ടാണ് ഡാഗേഴ്സ് സ്ക്വയർ. അപ്പോൾ ആ ഡാഗേഴ്സ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ ടെക്സ്റ്റ് എഫക്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോണ്ടിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോണ്ട് തന്നെ ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോണ്ട് ഉപയോഗിച്ചാൽ മതി. ഏതായാലും ഈ ടെക്സ്റ്റ് എഫക്റ്റുകൾ എല്ലാ ഫോണ്ടുകൾക്കും ബാധകം തന്നെയാണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ പേരാണ് ടെക്സ്റ്റ് റിഫ്ലക്ഷൻ എഫക്റ്റ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ടോക്ക് ടൈം എന്ന ഈ ഒരു ടെക്സ്റ്റിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മളിവിടെ ഈ ഒരു എഫക്റ്റിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ ടെക്സ്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കണം. അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കാൻ വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+J അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോക്ക് ടൈം എന്ന ഈ ടെക്സ്റ്റ് ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ നമുക്കിവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഈ ലെയറിനെ നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കലായിട്ട് ഫ്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വെർട്ടിക്കലായിട്ട് ഫ്ലിപ്പ് ചെയ്തു. എന്നിട്ട് ടോക്ക് ടൈം എന്ന ഈ ടെക്സ്റ്റിൻ്റെ കുറച്ച് അടിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ഈ ടെക്സ്റ്റ് ഇങ്ങനെ ഇറക്കി വെക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടോക്ക് ടൈം എന്ന മുകളിലത്തെ ടെക്സ്റ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മളിവിടെ ഫ്ലിപ്പ് ചെയ്ത ഈ ടെക്സ്റ്റിൻ്റെയും ഇടയിൽ അല്പം ഗ്യാപ്പ് നമ്മൾ സൂക്ഷിക്കണം. എന്നാലും നമുക്ക് ഈ റിഫ്ലക്ഷൻ എഫക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ലെയർ റാസ്റ്ററൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ റാസ്റ്ററൈസ് ടൈപ്പ് എന്ന ഓപ്ഷൻ ലഭിക്കും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെയർ റാസ്റ്ററൈസ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു എറൈസർ ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടിയും വൃത്തിയായിട്ട് നമ്മുടെ ഈ എഫക്റ്റ് റെഡിയാവും. അതിനുവേണ്ടി നമ്മളിവിടെ ഷോർട്ട് കട്ടായ ഇ കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ എറൈസറിൻ്റെ വലുപ്പം അല്പം ഒന്ന് കൂട്ടുകയാണ്. ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് ഹാർഡ്നെസ് 0 ആയിരിക്കണം. സൈസ് ഒരു 500 പിക്സലിൽ എടുത്തോളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെക്സ്റ്റ് മെല്ലെ ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇതൊരു ടേബിളിൻ്റെ മുഖത്തോ അല്ലെങ്കിൽ ഒരു ടൈലിൻ്റെ പുറത്തോ ഈ ടെക്സ്റ്റ് ഇരിക്കുന്നതായിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ഫീലിംഗ് നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് റിഫ്ലക്ഷൻ ടെക്സ്റ്റ് എഫക്റ്റ്. ഒന്നാമത്തെ നമ്മുടെ ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ പേരാണ് റിഫ്ലക്ഷൻ ടെക്സ്റ്റ് എഫക്റ്റ്. ഇനി രണ്ടാമത്തെ ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ പേരാണ് ലൈറ്റ് ബേസ്റ്റ് എഫക്റ്റ്. അഥവാ ഒരു ലൈറ്റ് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരുന്ന രൂപത്തിലാണ് ഈ ടെക്സ്റ്റിൻ്റെ ഫീലിംഗ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കണം. അതിനുവേണ്ടി Ctrl+J അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഇവിടെ റെഡിയായി. അതിനുശേഷം നമ്മൾ ഫിൽറ്ററിൽ പോയിക്കൊണ്ട് ഇവിടെ ബ്ലറിന് കീഴിലായിട്ട് നമുക്കിവിടെ റേഡിയൽ ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻ ലഭിക്കും. ഈ ഓപ്ഷനിൽ നമ്മളിവിടെ റാസ്റ്ററൈസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ സ്പിന്നായിരിക്കും പലപ്പോഴും ഉണ്ടാവുക, നമുക്ക് സൂമാണ് ആവശ്യം. അങ്ങനെ സൂം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എമൗണ്ട് ഒരു 80 കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ലൈറ്റ് ബേസ്ഡ് എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ടെക്സ്റ്റ് ഇല്ലെങ്കിലുള്ള കോലം നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് എന്തായി, ഒരു ലൈറ്റ് ബേസ്ഡ് എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ പേരാണ് RGB സ്പ്ലിറ്റ് എഫക്റ്റ്. അപ്പോൾ റെഡ് ഗ്രീൻ ബ്ലൂ RGB സ്പ്ലിറ്റ് എഫക്റ്റ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് വൈറ്റ് ആക്കണം ആദ്യം ടെക്സ്റ്റ്. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് കളർ കൊടുക്കുകയാണ് ടെക്സ്റ്റിന്. അതിനുശേഷം നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ 3 കോപ്പികൾ എടുക്കണം. 3 ഡ്യൂപ്ലിക്കേറ്റ് ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ 3 ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. Ctrl+J1, Ctrl+J2, Ctrl+J3. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമുക്കിവിടെ 3 ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഒന്നാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബ്ലെൻഡ് ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ റെഡ് അല്ലാത്ത ഗ്രീനും ബ്ലൂവും എന്ത് ചെയ്യുക, ഡിസേബിൾ ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് ലെയറിൽ വരിക. എന്നിട്ട് അതിൻ്റെ ബ്ലെൻഡ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ അല്ലാത്ത ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്യുക. എന്നിട്ട് മൂന്നാമത്തെ ബ്ലെൻഡ് ഓപ്ഷനിൽ വരിക, മൂന്നാമത്തെ ഡ്യൂപ്ലിക്കേറ്റ് ലെയറിൻ്റെ ബ്ലെൻഡ് ഓപ്ഷനിൽ. എന്നിട്ട് അവിടെ ബ്ലൂ അല്ലാത്ത ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഓരോ ടെക്സ്റ്റും സെലക്ട് ചെയ്തുകൊണ്ട് ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. മുകളിലേക്കോ താഴേക്കോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുന്നത് കണ്ടാൽ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇതാണ് RGB സ്പ്ലിറ്റ് എഫക്റ്റ്. നമ്മൾ ടിക്ടോക്കിൻ്റെ ഒക്കെ ലോഗോ കാണാറുണ്ട്. അപ്പോൾ ടിക്ടോക്കിൻ്റെ ഒക്കെ ലോഗോയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റാണ് ഇത്, RGB സ്പ്ലിറ്റ് എഫക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ RGB സ്പ്ലിറ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്ലിച്ച് ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. ഗ്ലിച്ച് നമുക്കറിയാം, ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് എഫക്റ്റ് ആണ് ഗ്ലിച്ച് ടെക്സ്റ്റ് എഫക്റ്റ്. അപ്പോൾ ഗ്ലിച്ച് ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ടെക്സ്റ്റ് ലെയറുകളെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് മെർജ് ചെയ്യണം. ടെക്സ്റ്റുകൾ പരസ്പരം മെർജ് ചെയ്യാനായി നമുക്ക് വേണ്ട ടെക്സ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ Ctrl+E എന്നമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഈ സെലക്ട് ചെയ്ത ഈ ടെക്സ്റ്റുകളൊക്കെ ഒറ്റ ലെയറായിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഒറ്റ ലെയറായിട്ട് ഈ ടെക്സ്റ്റ് മൊത്തം മാറി. നമ്മൾ ഉണ്ടാക്കിയ ആ 4 ടെക്സ്റ്റ് ഇപ്പോൾ ഒറ്റ ലെയറായിട്ട് മാറി. ഇനിയാണ് നമ്മൾ ഗ്ലിച്ച് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മളിവിടെ സെലക്ഷൻ ടൂൾ എടുക്കുക. സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു ഇത്ര ഏരിയ സെലക്ട് ചെയ്തിട്ട് പിന്നീട് മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സെലക്ഷൻ്റെ ഇവിടെ വരുമ്പോൾ ഒരു കത്രികയുടെ ചിഹ്നം വരുന്നത് കണ്ടോ, ഇവിടെയായിട്ട്. ശരിക്കും മൂവ് ടൂളിൻ്റെ ചിഹ്നം മാറിയിട്ട് നമ്മൾ ഈ സെലക്ഷൻ്റെ ബോർഡറിൽ വരുന്ന സമയത്ത് ഒരു കത്രികയുടെ ചിഹ്നം വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരു കത്രികയുടെ ചിഹ്നം നമ്മുടെ മൂവ് ടൂളിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു ഗ്ലിച്ച് എഫക്റ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഭാഗങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ചെയ്യാം ഇങ്ങനെ. ഇനി നമുക്ക് വേണ്ട ഭാഗങ്ങൾ ടെക്സ്റ്റിൽ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലിച്ച് എഫക്റ്റ് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നമ്മുടെ ടെക്സ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുകയാണ് മൂവ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട്. ആദ്യം സെലക്ട് ചെയ്യുക മാർക്ക് ടൂൾ ഉപയോഗിച്ചിട്ട്, എന്നിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നീക്കി കൊടുക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചിരുന്നല്ലോ, നമുക്ക് മാർക്ക് ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ മൂവ് ടൂൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൺട്രോൾ ഞെക്കി പിടിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നീക്കാവുന്നതാണ്. നേരെ ടൂൾ ബാറിൽ പോയിക്കൊണ്ട് തന്നെ മൂവ് ടൂൾ എടുക്കണമെന്നില്ല. മാർക്ക് ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ മൂവ് ടൂൾ കിട്ടാൻ കൺട്രോൾ കീ അമർത്തിയാൽ മതി. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഇതാണ് ഗ്ലിച്ച് ടെക്സ്റ്റ് എഫക്റ്റ്. നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാകും, ഇതെങ്ങനെ ചെയ്യാമെന്ന് അറിയുണ്ടാവില്ല. അപ്പോൾ വളരെ സിമ്പിളാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ പേരാണ് ടെക്സ്റ്റ് കളർ സ്പ്ലിറ്റ് എഫക്റ്റ്. ഓക്കെ, ടെക്സ്റ്റ് കളർ സ്പ്ലിറ്റ് എഫക്റ്റ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഈ ടെക്സ്റ്റിൽ ഒരു സെലക്ഷൻ കൊണ്ടുവരണം. അപ്പോൾ ടെക്സ്റ്റിൽ സെലക്ഷൻ കൊണ്ടുവരാനായിട്ട് കീബോർഡിൽ കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ലെയറിൽ വന്നുകൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടെക്സ്റ്റിന് സെലക്ഷൻ വീഴും. ഒന്നുകൂടി കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് നമ്മുടെ ലെയറിലെ ഈ ഒരു പാർട്ടിൽ വന്നുകൊണ്ട് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഒരു സെലക്ഷൻ വീഴും. അതിനുശേഷം നമ്മളിവിടെ മാർക്ക് ടൂളിൽ പോയിക്കൊണ്ട് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് കീ അമർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഓൾട്ട് കീ അമർത്തിക്കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇപ്പോൾ എന്ത് ചെയ്തു, അടിയിലെ സെലക്ഷൻ പോയി മുകളിൽ മാത്രമായിട്ട് സെലക്ഷൻ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു സെലക്ഷൻ ഉള്ള ഏരിയയിൽ പല രൂപത്തിൽ നമുക്ക് ലെയർ ക്രിയേറ്റ് ചെയ്യാം. Ctrl+Shift+N ഷോർട്ട് കട്ടായ Ctrl+Shift+N അമർത്തിക്കൊണ്ട് നമുക്ക് ലെയർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ കണ്ടോ, ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വെച്ച് നമുക്ക് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ Ctrl+Shift+N അടിച്ചുകൊണ്ട് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് കൊണ്ടുവരികയാണ്. അതിനാദ്യമായിട്ട് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ഫില്ല് ചെയ്യണം. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ലെയർ ഒന്ന് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയറിന് ഗ്രേഡിയൻ്റ് എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആ ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സ് പാനലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഒരു ബ്ലാക്കും വൈറ്റുമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കുറച്ച് ഗ്രേ ആയിട്ടുള്ള ബ്ലാക്കും, അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ചെറിയൊരു ഗ്രേ വരുന്ന ഒരു ബ്ലാക്ക്. അപ്പോൾ അങ്ങനെ 2 ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇതെന്തായിട്ടുണ്ട്, 2 കളർ ഡബിളിങ്ങിന് മുകളിൽ വന്നിട്ട് ഒരു ടെക്സ്റ്റ് കളർ സ്പ്ലിറ്റ് എഫക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് കളർ സ്പ്ലിറ്റ് എഫക്റ്റ്.
ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ പേരാണ് സർക്കിൾ ടെക്സ്റ്റ് റാപ്പിംഗ്. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരക്കും, എന്നിട്ട് ആ സർക്കിളിന് ചുറ്റും ഈ ടെക്സ്റ്റ് റാപ്പ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അതിനുവേണ്ടി ടൂൾ ബാറിൽ നിന്നും സർക്കിൾ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഒരു സർക്കിൾ വരക്കാൻ പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സർക്കിൾ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കളറൊന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ കളർ ബ്ലാക്ക് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഈ സർക്കിളിൻ്റെ ബൗണ്ടറിയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കോലം മാറുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒന്നുകൂടി സൂം ചെയ്താൽ കാണാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ ഒരു കോലം മാറുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ടെക്സ്റ്റ് ടൂള് നമ്മളിവിടെ ബൗണ്ടറിയിൽ എത്തുന്ന സമയത്ത് ഇതിൻ്റെ കോലം മാറുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി സർക്കിളിൻ്റെ ചുറ്റുമാണ് നമ്മുടെ ടെക്സ്റ്റ് വരിക. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റ് വന്നത്, സർക്കിളിന് ചുറ്റും ടെക്സ്റ്റ് വന്നു. അപ്പോൾ നമുക്കറിയാം ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നടത്താവുന്നതാണ്. അപ്പോൾ ഇനി ടെക്സ്റ്റിൻ്റെ ഈ ഒരു സ്പേസ്, ലൈൻ സ്പേസും കാര്യങ്ങളൊക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൂട്ടാവുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ പേരാണ് ബൾജ് ടെക്സ്റ്റ് എഫക്റ്റ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇവിടെ നിന്നും നൺ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബൾജി എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ എമൗണ്ടിൽ നമുക്ക് ഇങ്ങനെ മാറ്റം വരുത്താവുന്നതാണ്. എമൗണ്ടിൽ ഇങ്ങനെ ഇവിടെ തന്നെ മാറ്റങ്ങൾ വരുത്താം. ഞാനിവിടെ ഉപയോഗിക്കുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് -17 കൊടുക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിന്. ഓക്കെ, -17 കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ടെക്സ്റ്റിൽ നിന്ന് പുറത്ത് വരാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, കൺട്രോളും എൻ്ററും ഒരുമിച്ച് അമർത്തുമ്പോഴാണ് ടെക്സ്റ്റിൽ നിന്ന് പുറത്ത് വരാൻ കഴിയുക. അപ്പോൾ കൺട്രോളും എൻ്ററും ഒരുമിച്ച് അമർത്തി ഇനി നമുക്ക് ഇവിടെ എഫക്ട്സ് ബാറിൽ വന്നുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രോക്ക് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ട്രോക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഗ്രീനിഷ് സ്ട്രോക്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ സൈസ് ഒന്ന് അല്പം കുറച്ച് വെക്കുകയാണ്. സൈസ് അല്പം ഒന്ന് കുറച്ച് വെച്ചു. ഓക്കെ, ഇത്ര സൈസ് മതി. എന്നിട്ട് നമ്മളിവിടെ ഡ്രോപ്പ് ഷാഡോയിലേക്ക് വരുന്നു. ഡ്രോപ്പ് ഷാഡോയിലേക്ക് വന്നിട്ട് ഇവിടെ റീസെറ്റ് ടു ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, ആ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒപ്പാസിറ്റി ഫുള്ള് കൊടുക്കുകയാണ്, ഒപ്പാസിറ്റി. എന്നിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടുകയാണ്, സ്പ്രെഡും കൂട്ടുകയാണ്. അങ്ങനെ നമ്മൾ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു എഫക്റ്റ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ നല്ല ടീഷർട്ട് പ്രിൻറ്റിങ്ങിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള എഫക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ എഫക്റ്റിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ബൾജ് ടെക്സ്റ്റ് എഫക്റ്റ്. ഓക്കെ, ബൾജ് ടെക്സ്റ്റ് എഫക്റ്റ്. ഇനി നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്ന ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ പേരാണ് വേവ് ടെക്സ്റ്റ് എഫക്റ്റ്. അപ്പോൾ വേവ് ടെക്സ്റ്റ് എഫക്റ്റ് നമുക്കറിയാം, ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വേവ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ വേവ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ കുറച്ചൊരു 50ലേക്ക് ഇടുകയാണ്. ഓക്കെ, ഈ ഒരു തരത്തിലാണ് നമുക്ക് വേവ് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ എന്തായി, നമുക്ക് വേവ് എഫക്റ്റ് ക്രിയേറ്റ് ആയി. ഇത് നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഈ വേവ് ടെക്സ്റ്റ് അപ്ലൈ ചെയ്ത ഇതേ ടെക്സ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് 2 എഫക്റ്റും കൂടി പറയാനുണ്ട്, 3D എഫക്റ്റും മോഷൻ ബ്ലർ എഫക്റ്റും. അപ്പോൾ 3D എഫക്റ്റ് നമ്മൾ ഇതേ ടെക്സ്റ്റ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, 2 ലെയർ അഥവാ ഈ ടെക്സ്റ്റിൻ്റെ 2 ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ആവശ്യമാണ് 3D എഫക്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കൺട്രോൾ ജെ. ഓക്കെ, 2 ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കറിയാം വേവ് എഫക്റ്റ് പറയുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഫീലിംഗ് ആണ് നൽകുന്നത്. അപ്പോൾ കളർ കോമ്പിനേഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു വാട്ടറിൻ്റെ കളറായ അക്വ എഫക്റ്റ് ആയ ഒരു നീല കളറാണ് കൊടുക്കേണ്ടത് ഈ 2 ലെയറിനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നുകൊണ്ട് എഫക്റ്റ് പാനലിൽ വന്നുകൊണ്ട് എഫക്ട്സിൽ നിന്നും കളർ ഓവർലേയിൽ നമുക്ക് വേണ്ട കളർ അഥവാ ഒരു കടലിൻ്റെ കളറാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നീല, ജസ്റ്റ് ഡാർക്ക് അല്ലാത്ത ഒരു ലൈറ്റ് നീല കൊടുക്കാം. എന്നിട്ട് ഓക്കെ, അടുത്തതിന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡാർക്ക് നീല, ഡാർക്ക് ബ്ലൂ കൊടുക്കാം. കളർ ഓവർലേയിൽ വന്നുകൊണ്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം, ഒരു ഡാർക്ക് ബ്ലൂ കൊടുക്കാം. കുറച്ചും കൂടി ഡാർക്ക് ആയിക്കോട്ടെ. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്തു, ഡാർക്ക് ബ്ലൂ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ടെക്സ്റ്റും ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പം നിങ്ങൾക്കറിയാം ഈ 2 ടെക്സ്റ്റ് ലെയറും ഉള്ളത് നമ്മുടെ ഫസ്റ്റ് മെയിൻ ടെക്സ്റ്റിൻ്റെ മുകളിലാണ്. നമുക്ക് ഈ മെയിൻ ടെക്സ്റ്റിൻ്റെ അടിയിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്ത് എന്ത് ചെയ്യുക, അടിയിലേക്ക് കൊണ്ടുവന്നിടുക.
ഇപ്പോൾ ഏറ്റവും മുകളിലുള്ളത് നമ്മുടെ മെയിൻ ടെക്സ്റ്റ് തന്നെയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ RGB സ്പ്ലിറ്റ് എഫക്റ്റിൻ്റെ അവിടെ ചെയ്ത പോലെ ജസ്റ്റ് എന്ത് ചെയ്യുക, ആരോ കീ അമർത്തിക്കൊണ്ട് ഒന്ന് എന്ത് ചെയ്യുക, അടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ഒരു ലെയർ. അതുപോലെ തന്നെ അടിയത്തെ ലെയർ എന്ത് ചെയ്യുക, ആരോ കീ അമർത്തിയിട്ട് അടിയിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതൊരു 3D എഫക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 3D എഫക്റ്റ് സിമ്പിളായിട്ട് ഫോട്ടോഷോപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബോറില്ലാത്ത രീതിയിൽ വെച്ചാൽ മതി, വളരെ ബോറാക്കരുത്. വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റിനെ ഇങ്ങനെ നമുക്ക് ഒരു 3D എഫക്റ്റ് മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന എഫക്റ്റിൻ്റെ പേരാണ് മോഷൻ ബ്ലർ എഫക്റ്റ്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യണം. Ctrl+J അമർത്തിക്കൊണ്ട് നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഫിൽറ്ററിൽ പോയി കഴിഞ്ഞാൽ ബ്ലറിന് കീഴിലായിട്ട് മോഷൻ ബ്ലർ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ മോഷൻ ബ്ലർ സെലക്ട് ചെയ്യുക, റാസ്റ്ററൈസ് കൊടുക്കുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, നമുക്ക് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന് തന്നെ കാണാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു മോഷൻ ബ്ലർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ എളുപ്പമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന 10 ടെക്സ്റ്റ് എഫക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ ഈ 10 ടെക്സ്റ്റ് എഫക്റ്റുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ആയ മൈ ടോക്ക് ടൈം എന്ന ഇൻസ്റ്റഗ്രാം IDയിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ചോദിക്കാൻ മടിക്കരുത്, തീർച്ചയായും റിപ്ലൈ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ചുള്ള മറ്റു ക്ലാസ്സുകളുമായി നമുക്ക് വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം.